ഹലോ പ്രിയപ്പെട്ടവരെ, ബൈബിൾ ഇൻ എ ഇയർ എന്ന ദൈവവചന വായനാ പദ്ധതിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ മലയാളം പോഡ്കാസ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ. ഞാൻ ഡാനിയേലച്ചൻ. വചനത്തിലൂടെ ദൈവസ്വരം ശ്രവിക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ഒരു വർഷം മുഴുവൻ ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്കായി നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള 73 പുസ്തകങ്ങളിൽ പരന്നു കിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒരു പ്രമേയമായി മനസ്സിലാക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന വായനാ സഹായിയാണ് നാം ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഈ റീഡിംഗ് പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ biyindia.com/മലയാളം എന്ന ലിങ്കിൽ ഈ വായനാ സഹായി ഡൗൺലോഡ് ചെയ്തെടുക്കാൻ ലഭ്യമാണ്. ഇന്ന് ദിവസം 122. ഇന്നത്തെ വചന വായനയുടെ പാഠഭാഗങ്ങൾ 2 സാമുവേൽ അധ്യായം 3, 1 ദിനവൃത്താന്തം അധ്യായങ്ങൾ 3ഉം 4ഉം, ഒപ്പം 25-ാം സങ്കീർത്തനം. നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദാവീദ് രാജാവായി അഭിഷേകം ചെയ്യപ്പെടുന്നതാണ് ഇന്നത്തെ വായനയിൽ നാം കാണുന്നത്. ഞാൻ വായനയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത് POC പുറത്തിറക്കിയ മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ്. നാം വചനം വായിച്ചു തുടങ്ങുന്നു. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. 2 സാമുവേൽ അധ്യായം 3. സാവൂളിൻ്റെ ഭവനവും ദാവീദിൻ്റെ ഭവനവും തമ്മിലുണ്ടായ യുദ്ധം നീണ്ടതായിരുന്നു. ദാവീദ് മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. സാവൂളിൻ്റെ കുടുംബമോ അടിക്കടി ക്ഷയിച്ചുകൊണ്ടിരുന്നു. ദാവീദിൻ്റെ പുത്രന്മാർ. ദാവീദിന് ഹെബ്രോണിൽ വെച്ച് പുത്രന്മാർ ജനിച്ചു. അവൻ്റെ ആദ്യജാതൻ ജസ്രയേൽക്കാരി അഹിനോവാമിനുണ്ടായ അമ്നോൻ ആയിരുന്നു. രണ്ടാമൻ കാർമൽക്കാരൻ നാബാലിൻ്റെ ഭാര്യയായിരുന്ന അബിഗായിലിനുണ്ടായ കിലാബ്. മൂന്നാമൻ ഗഷൂർ രാജാവായ തൽമായുടെ മകൾ മാക്കായുടെ പുത്രൻ അബ്സലോം. നാലാമൻ ഹഗ്ഗീത്തിൻ്റെ പുത്രൻ അദോനിയ. അഞ്ചാമൻ അബിത്താലിൻ്റെ പുത്രൻ ഷെഫത്തിയ. ആറാമൻ ദാവീദിൻ്റെ ഭാര്യയായ എഗ്ലായിക്കുണ്ടായ ഇത്രയാം. ഹെബ്രോണിൽ വെച്ച് ദാവീദിന് ജനിച്ചവർ ഇവരാണ്: ദാവീദും അബ്നേറും. സാവൂളിൻ്റെ കുടുംബവും ദാവീദിൻ്റെ കുടുംബവും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കെ സാവൂളിൻ്റെ കുടുംബത്തിൽ അബ്നേർ പ്രാബല്യം നേടിക്കൊണ്ടിരുന്നു. സാവൂളിന് ഒരു ഉപനാരി ഉണ്ടായിരുന്നു. അയ്യായുടെ മകളായ അവളുടെ പേര് റിസ്പ എന്നായിരുന്നു. അബ്നേറിനോട്, നീ എൻ്റെ പിതാവിൻ്റെ ഉപനാരിയുടെ പക്കൽ പോയതെന്തിന് എന്ന് ചോദിച്ച ഇഷ്ബോഷത്തിൻ്റെ വാക്കുകളെ ചൊല്ലി അബ്നേറിന് ഏറെ ദേഷ്യമുണ്ടായി. അവൻ ചോദിച്ചു, യൂദായ്ക്കുള്ള ഒരു നായത്തലവനാണോ ഞാൻ? നിന്റെ പിതാവായ സാവൂളിൻ്റെ ഭവനത്തോട് അവൻ്റെ സഹോദരന്മാരുടെയും സ്നേഹിത ഗണത്തിൻ്റെയും നേർക്ക് ഇന്നും ഞാൻ കാരുണ്യം പ്രവർത്തിക്കുന്നു. നിന്നെ ഞാൻ ദാവീദിൻ്റെ കയ്യിൽ വിട്ടുകൊടുത്തില്ല. എന്നിട്ടും സ്ത്രീലമ്പടത്വം എൻ്റെ മേൽ നീ ആരോപിക്കുന്നുവോ? ദൈവം അബ്നേറിനോട് ഇങ്ങനെയും അതിലേറെയും ചെയ്യട്ടെ. കർത്താവ് ദാവീദിനോട് ശപഥം ചെയ്തിട്ടുള്ളത് എങ്ങനെയോ അങ്ങനെ തന്നെ ഞാൻ അവന് വേണ്ടി ചെയ്യും. അത് സാവൂളിൻ്റെ ഭവനത്തിൽ നിന്ന് രാജ്യമെടുത്ത് നീക്കിക്കളയാനും ദാൻ മുതൽ ബർഷേബ വരെ ഇസ്രായേലിൻ്റെ മേലും യൂദായുടെ മേലും ദാവീദിൻ്റെ സിംഹാസനം സുസ്ഥിരമാക്കാനുമാണ്. അബ്നേറിനെ ഇഷ്ബോഷത്ത് ഭയപ്പെട്ടിരുന്നതുകൊണ്ട് ഒരു വാക്കുപോലും അയാളോട് പ്രതികരിക്കാൻ അവന് കഴിഞ്ഞില്ല. ദേശം ആർക്കുള്ളതാണ് എന്ന് ചോദിക്കാനും, ഞാനുമായി നീ നിന്റെ ഉടമ്പടി സ്ഥാപിക്കുക, ഇതാ ഇസ്രായേൽ മുഴുവനെയും നിന്റെ പക്ഷത്തേക്ക് തിരിക്കാൻ എൻ്റെ കരം നിന്നോടൊത്തുണ്ട് എന്ന് പറയാനുമായി അബ്നേർ ഹെബ്രോണിൽ ദാവീദിൻ്റെ അടുക്കലേക്ക് തനിക്ക് പകരം ദൂതന്മാരെ അയച്ചു. അവൻ പറഞ്ഞു, കൊള്ളാം, ഞാൻ നീയുമായി ഉടമ്പടി ചെയ്യാം. പക്ഷേ ഒരു കാര്യം മാത്രമാണ് ഞാൻ നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. അതായത്, എൻ്റെ മുഖം കാണാൻ വരുമ്പോൾ സാവൂളിൻ്റെ മകൾ മീഖലിനെ ആദ്യമേ നീ കൊണ്ടുവരുന്നില്ലെങ്കിൽ നീ എൻ്റെ മുഖം കാണുകയില്ല. അനന്തരം ദാവീദ് സാവൂളിൻ്റെ മകൻ ഈഷ്ബോഷേത്തിൻ്റെ പക്കലേക്ക്, 100 ഫിലിസ്ത്യക്കാരുടെ അഗ്രചർമ്മം കൊണ്ട് ഞാൻ എനിക്കായി പരിഗ്രഹിച്ച എൻ്റെ ഭാര്യ മീഖലിനെ തരിക എന്ന് പറയാൻ ദൂതന്മാരെ അയച്ചു. ഈഷ്ബോഷത്ത് ആളയച്ചവളെ ഭർത്താവിൽ നിന്ന് ലായീഷിൻ്റെ മകൻ ഫൽത്തിയേലിൻ്റെ പക്കൽ നിന്ന് പിടിച്ചെടുത്തു. അവളുടെ ഭർത്താവ് അവളുടെ പിന്നാലെ ഇടവിടാതെ കരഞ്ഞുകൊണ്ട് അവളോടൊപ്പം ബഹൂറിം വരെ ചെന്നു. അബ്നേർ അവനോട്, മടങ്ങിപ്പോകൂ എന്ന് പറഞ്ഞപ്പോൾ അവൻ മടങ്ങിപ്പോയി. ഇസ്രായേൽ ശ്രേഷ്ഠന്മാരോടുള്ള അബ്നേറിൻ്റെ സംസാരം ഇപ്രകാരമായിരുന്നു: ദാവീദിനെ നിങ്ങൾക്ക് മേൽ രാജാവാക്കാൻ നിങ്ങൾ കുറേ നാളായി പരിശ്രമിക്കുകയായിരുന്നു. ഇപ്പോൾ അത് നടപ്പാക്കുവിൻ. എൻ്റെ ദാസനായ ദാവീദിൻ്റെ കൈകൊണ്ട് എൻ്റെ ജനമായ ഇസ്രായേലിനെ ഫിലിസ്ത്യക്കാരുടെ കയ്യിൽ നിന്നും അവരുടെ എല്ലാ ശത്രുക്കളുടെയും കയ്യിൽ നിന്നും ഞാൻ രക്ഷിക്കും എന്ന് ദാവീദിനോടാണല്ലോ കർത്താവ് അരുളി ചെയ്തത്. പിന്നെ അബ്നേർ തന്നെ ബെഞ്ചമിൻകാർ കേൾക്കെ സംസാരിച്ചു:
എന്നിട്ട് ദാവീദ് കേൾക്കെ ഇസ്രായേലിൻ്റെ ദൃഷ്ടികളിലും ബെഞ്ചമിൻ ഭവനത്തിൻ്റെ ദൃഷ്ടികളിലും നന്മയായതെല്ലാം സംസാരിക്കാൻ അബ്നേർ തന്നെ ഹെബ്രോണിൽ ചെന്നു. തന്നോടൊപ്പം 20 ആളുകളുമായാണ് അബ്നേർ ഹെബ്രോണിൽ ദാവീദിൻ്റെ അടുക്കലെത്തിയത്. അബ്നേറിനും അവൻ്റെ കൂടെയുണ്ടായിരുന്ന ആളുകൾക്കുമായി ദാവീദ് ഒരു വിരുന്നൊരുക്കി. അബ്നേർ ദാവീദിനോട് പറഞ്ഞു, ഞാൻ എഴുന്നേറ്റ് ചെന്ന് ഇസ്രായേൽ മുഴുവനെയും എൻ്റെ യജമാനനായ രാജാവിൻ്റെ അടുക്കൽ ഒരുമിച്ച് കൂട്ടാം. നീയുമായി അവർ ഒരു ഉടമ്പടി ചെയ്യട്ടെ. അങ്ങനെ നീ ആത്മന അഭിലഷിക്കുന്ന എല്ലാറ്റിനെയും നിനക്ക് ഭരിക്കാം. ദാവീദ് അബ്നേറിനെ പറഞ്ഞയച്ചു. അവൻ സമാധാനത്തോടെ പോയി. അപ്പോൾ അതാ ദാവീദിൻ്റെ ദാസന്മാരും യോവാബും ഒരു കവർച്ച കഴിഞ്ഞു വന്നു. അവരോടൊപ്പം ധാരാളം കൊള്ളവസ്തുക്കൾ അവർ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അബ്നേർ ദാവീദിനോടുകൂടെ ഹെബ്രോണിലുണ്ടായിരുന്നില്ല. എന്തെന്നാൽ അവൻ അയാളെ പറഞ്ഞയക്കുകയും അയാൾ സമാധാനത്തോടെ പോകുകയും ചെയ്തിരുന്നു. അപ്പോഴാണ് യോവാബും അവനോടൊപ്പമുള്ള സൈന്യം മുഴുവനും എത്തിയത്. നേറിൻ്റെ മകൻ അബ്നേർ രാജാവിൻ്റെ അടുക്കൽ വന്നെന്നും അവൻ അയാളെ പറഞ്ഞയച്ചെന്നും അയാൾ സമാധാനത്തോടെ പോയെന്നും യോവാബിന് വാർത്ത കിട്ടി. യോവാബ് രാജാവിൻ്റെ പക്കൽ ചെന്ന് ചോദിച്ചു, നീ എന്താണ് ചെയ്തത്? അബ്നേർ നിന്റെ പക്കൽ വന്നിട്ടും എന്തുകൊണ്ടാണ് നീ അവനെ വിട്ടയച്ചതും അവൻ വെറുതെ പോയതും? നേറിൻ്റെ മകൻ അബ്നേറിനെ നിനക്കറിയാമല്ലോ. അവൻ വന്നത് നിന്നെ വഞ്ചിക്കാനും നിന്റെ നീക്കങ്ങൾ അറിയാനും നീ ചെയ്യുന്നതെല്ലാം മനസ്സിലാക്കാനുമാണ് തീർച്ച. ദാവീദിൻ്റെ അടുത്ത് നിന്ന് യോവാബ് പുറത്തുപോയി. ദാവീദ് അറിയാതെ അവൻ അബ്നേറിൻ്റെ പിന്നാലെ ദൂതന്മാരെ അയച്ചു. അവർ ബോർ ഹസീറായിൽ നിന്ന് അവനെ തിരികെ കൊണ്ടുവന്നു. അബ്നേർ ഹെബ്രോണിൽ തിരിച്ചെത്തിയപ്പോൾ അയാളുമായി സംസാരിക്കാനെന്ന വ്യാജേന യോവാബ് അയാളെ പടിവാതിൽ മധ്യത്തിലേക്ക് മാറ്റി നിർത്തി അവിടെ വെച്ച് അവൻ അയാളെ വയറിന് കുത്തി. അങ്ങനെ അവൻ്റെ സഹോദരനായ അസാഹേലിൻ്റെ രക്തപാതകത്തെ പ്രതി അയാൾ മരിച്ചു. തദനന്തരം ദാവീദ് അത് കേട്ടപ്പോൾ പറഞ്ഞു, നേറിൻ്റെ മകൻ അബ്നേറിൻ്റെ രക്തപാതകം സംബന്ധിച്ച് ഞാനും എൻ്റെ രാജ്യവും കർത്താവിൻ്റെ മുമ്പാകെ എന്നേക്കും നിരപരാധരാണ്. ഇത് യോവാബിൻ്റെ ശിരസിന്മേലും അവൻ്റെ പിതൃഭവനം മുഴുവൻമേലും ചൂഴ്ന്നു നിൽക്കട്ടെ. യോവാബിൻ്റെ ഭവനത്തിൽ നിന്ന് രക്തസ്രാവക്കാരനും കുഷ്ഠരോഗിയും വടിയൂന്നുന്നവനും വാളിനിരയാകുന്നവനും പട്ടിണിക്കാരനും വിട്ടൊഴിയാതിരിക്കട്ടെ. അബ്നേർ തങ്ങളുടെ സഹോദരനായ അസാഹേലിനെ ഗിബെയോനിലെ യുദ്ധത്തിൽ വെച്ച് കൊന്നതുകൊണ്ടായിരുന്നു യോവാബും സഹോദരൻ അബിഷായിയും കൂടി അവനെ വധിച്ചത്. ദാവീദ് യോവാബിനോടും അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജനം മുഴുവനോടും പറഞ്ഞു, നിങ്ങൾ വസ്ത്രങ്ങൾ കീറി ചാക്കുടുത്ത് അബ്നേറിന് മുമ്പിൽ വിലാപയാത്ര നടത്തുവിൻ. ദാവീദ് രാജാവ് ശവമഞ്ചത്തിന് പിന്നാലെ നടന്നു. അബ്നേറിനെ അവർ ഹെബ്രോണിൽ സംസ്കരിച്ചു. രാജാവ് അബ്നേറിൻ്റെ കല്ലറയ്ക്കരികെ സ്വരമുയർത്തി കരഞ്ഞു. ജനം മുഴുവനും വിലപിച്ചു. അബ്നേറിനെക്കുറിച്ച് ശോകഗാനം ആലപിച്ചുകൊണ്ട് രാജാവ് ചൊല്ലി, ഭോഷൻ മരിക്കുന്നത് പോലെയല്ലേ അബ്നേർ മരിച്ചത്? നിന്റെ കരങ്ങൾ ബന്ധിതമായിരുന്നില്ല, നിന്റെ പാദങ്ങൾ പിത്തള വിലങ്ങുകൾക്ക് അർപ്പിതമായിരുന്നില്ല. തെമ്മാടികളുടെ മുമ്പിൽ വീഴുന്നവനെപ്പോലെയാണല്ലോ നീ നിബദിച്ചത്. ജനം മുഴുവൻ അവനെ ചൊല്ലി കരയുന്നത് തുടർന്നു. ജനം മുഴുവൻ ചെന്ന് പകലായിരിക്കുമ്പോൾ തന്നെ ഭക്ഷണം കഴിക്കാൻ ദാവീദിനെ നിർബന്ധിച്ചു. എന്നാൽ ദാവീദ് ഇപ്രകാരം ശപഥം ചെയ്തു, സൂര്യാസ്തമനത്തിനു മുമ്പ് ഞാൻ അപ്പമോ മറ്റെന്തെങ്കിലുമോ രുചിച്ചാൽ ദൈവം എന്നോട് ഇങ്ങനെയും ഇതിനും അപ്പുറവും ചെയ്തു കൊള്ളട്ടെ. രാജാവ് ചെയ്തതെല്ലാം ജനം മുഴുവൻ്റെയും ദൃഷ്ടികളിൽ നല്ലതായിരുന്നതുപോലെ അതും തങ്ങളുടെ ദൃഷ്ടികളിൽ നന്മയായി ജനം മുഴുവൻ അംഗീകരിച്ചു. നേറിൻ്റെ മകനായ അബ്നേറിനെ കൊല്ലാനുള്ള പദ്ധതി രാജാവിൽ നിന്നായിരുന്നില്ലെന്ന് അന്ന് സകല ജനവും ഇസ്രായേൽ മുഴുവനും മനസ്സിലാക്കി. രാജാവ് തൻ്റെ ദാസന്മാരോട് പറഞ്ഞു, പ്രഭുവും മഹാനുമായ ഒരുവനാണ് ഇന്ന് ഇസ്രായേലിൽ നിബദിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അഭിഷിക്തനായ ഒരു രാജാവാണ് ഞാനെങ്കിലും ഇന്ന് ഞാൻ ബലഹീനനാണ്. സെരൂയിയുടെ പുത്രന്മാരായ ഈ ആളുകൾ എനിക്ക് ദുർവഹരത്രേ. ദുഷ്ടത പ്രവർത്തിക്കുന്നവനോട് അവൻ്റെ ദുഷ്ടതയ്ക്കൊത്തവണ്ണം കർത്താവ് പകരം ചെയ്യട്ടെ. 1 ദിനവൃത്താന്തം അധ്യായം 3. ദാവീദിൻ്റെ സന്തതികൾ. ഹെബ്രോണിൽ ദാവീദിന് ജനിച്ച പുത്രന്മാർ ഇവരായിരുന്നു: ജസ്രയേൽക്കാരി അഹിനോവാമിൻ്റെ ആദ്യജാതനായ അബ്നോൻ, രണ്ടാമൻ കാർമലുകാരി അബീഗായിലിൻ്റെ ദാനിയേൽ, മൂന്നാമൻ ഗഷൂർ രാജാവായ തൽമായിയുടെ മകൾ മാഹായുടെ മകൻ അബ്സലോം, നാലാമൻ ഹഗ്ഗീത്തിൻ്റെ പുത്രനായ അദോനിയ, അഞ്ചാമൻ അബിത്താലിൻ്റെ മകൻ ഷഫാത്തിയ, ആറാമൻ അവൻ്റെ ഭാര്യ എഗ്ലായുടെ മകൻ ഇത്രയാം. ഹെബ്രോണിൽ അവൻ 6 പേർ ജനിച്ചു. 7 വർഷവും 6 മാസവും അവനവിടെ ഭരിച്ചു. ജെറുസലേമിൽ 33 വർഷവും ഭരിച്ചു. ജെറുസലേമിൽ അവന് ജനിച്ചവർ ഇവരായിരുന്നു: ഷിമെയ, ഷോവാബ്, നാഥാൻ, സോളമൻ. ഈ 4 പേരും അമ്മിയേലിൻ്റെ മകൾ ബത്ശൂവായിലുണ്ടായവരായിരുന്നു. പിന്നീട് ഇബ്ഹാർ, എലിഷാമ, എലിഫാലേത്ത്, നോഗ,
നേഫഗ്, യാഫിയ, എലിഷാമ, എലിയാദ, എലിഫലത്ത്, ഇങ്ങനെ 9 പേർ. ഇവരെല്ലാം ദാവീദിൻ്റെ പുത്രന്മാരായിരുന്നു. കൂടാതെ ഇവരുടെ സഹോദരിയായ താമാറും ഉപനാരികളുടെ മക്കളും ഉണ്ടായിരുന്നു. സോളമൻ്റെ പുത്രനായിരുന്നു റഹോബോവാം. അവൻ്റെ പുത്രൻ അബിയ, അവൻ്റെ പുത്രൻ ആസ, അവൻ്റെ പുത്രൻ യഹോശാഫാത്ത്, അവൻ്റെ പുത്രൻ യോറാം, അവൻ്റെ പുത്രൻ അഹസിയ, അവൻ്റെ പുത്രൻ യോവാഷ്, അവൻ്റെ പുത്രൻ അമാസിയ, അവൻ്റെ പുത്രൻ അസറിയ, അവൻ്റെ പുത്രൻ യോഥാം, അവൻ്റെ പുത്രൻ ആഹാസ്, അവൻ്റെ പുത്രൻ ഹെസക്കിയ, അവൻ്റെ പുത്രൻ മനാസെ, അവൻ്റെ പുത്രൻ ആമോൻ, അവൻ്റെ പുത്രൻ ജോസിയ. ജോസിയയുടെ പുത്രന്മാർ ആദിജാതൻ യോഹനാൻ, രണ്ടാമൻ യഹോയാക്കിം, മൂന്നാമൻ സദക്കിയ, നാലാമൻ ഷല്ലൂം. യഹോയാക്കിമിൻ്റെ പുത്രന്മാർ പുത്രൻ യെക്കോണിയ, അവൻ്റെ പുത്രൻ സദക്കിയ. തടവുകാരനായ യെക്കോണിയായുടെ പുത്രന്മാർ അവൻ്റെ പുത്രൻ ശെലാത്തിയേൽ, മൽക്കീറാം, പെദായിയ, ഷെനാസർ, യക്കാമിയ, ഹോഷാമ, നെദവിയ. പെദായിയായുടെ പുത്രന്മാർ സെറൂബാബേലും ഷിമെയിയും. സെറൂബാബേലിൻ്റെ പുത്രന്മാർ മെഷുല്ലാമും ഹനനിയായും. ഷെലോമിത്ത് അവരുടെ സഹോദരിയായിരുന്നു. കൂടാതെ അഷൂബ, ഓഹൽ, ബെറക്കിയ, അസാദിയ, യഷബ് ഹെസദ് എന്നീ 5 പേരും. ഹനനിയായുടെ പുത്രന്മാർ പെലത്തിയായും യെശയ്യായും. കൂടാതെ റഫായിയായുടെ പുത്രന്മാർ അർണാൻ്റെ പുത്രന്മാർ. ഒബാദിയായുടെ പുത്രന്മാർ ഷെക്കനിയായുടെ പുത്രന്മാർ എന്നിവരും. ഷെക്കാനിയായുടെ പുത്രൻ ഷെമായ ആയിരുന്നു. ഷെമായയുടെ പുത്രന്മാർ ഹത്തൂഷ്, ഇഗാൽ, ബെറിയ, നെയാറിയ, ഷാഫാത്ത്. അങ്ങനെ ഷെക്കാനിയായിക്ക് ആകെ 6 പേർ. നെയാറിയായുടെ പുത്രന്മാർ എലിയോവേനായി, ഹിസ്കിയ, അസ്രിക്കാം എന്നിങ്ങനെ 3 പേർ. എലിയോവേനായുടെ പുത്രന്മാർ ഓദാവിയ, ഏലിയാഷീവ്, പെലായ, അക്കൂബ്, യോഹനാൻ, ദലായ, അനാനി എന്നിങ്ങനെ 7 പേർ. 1 ദിനവൃത്താന്തം അധ്യായം 4. യൂദായുടെ സന്തതികൾ. യൂദായുടെ പുത്രന്മാരായിരുന്നു പെരസ്, ഹെസ്രോൺ, കർമ്മി, ഹൂർ, ഷോവാൽ എന്നിവർ. ഷോവാലിൻ്റെ പുത്രൻ റയായ യാഹത്തിനെ ജനിപ്പിച്ചു. യാഹത്ത് അഹൂമായെയും ലാഹദിനെയും ജനിപ്പിച്ചു. ഇവയാണ് സോറാത്തുകാരുടെ കുടുംബങ്ങൾ. യേത്താമിൻ്റെ പിതാവായ ഇസ്രയേൽ, ഇഷ്മ, ഇദ്ബാഷ് എന്നിവരും. ഇവരുടെ സഹോദരിയുടെ പേര് ഹെസൽ പൂനി. ഗദോറിൻ്റെ പിതാവ് പെനുവേൽ, ഹൂഷായുടെ പിതാവ് ഏസർ എന്നിവരും. ബേത്ലഹേമിൻ്റെ പിതാവായ എഫ്രാത്തായുടെ ആദിജാതൻ ഹൂറിൻ്റെ പുത്രന്മാരായിരുന്നു. തെക്കോവായുടെ പിതാവായ അക്ഷൂറിന് ഹെല, നാര എന്ന 2 ഭാര്യമാരുണ്ടായിരുന്നു. നാര അവനു വേണ്ടി അഹൂസാം, ഹേഫർ, തേംനി, ഹാഹഷ്, താരി എന്നിവരെ പ്രസവിച്ചു. ഇവരാണ് നാരായുടെ പുത്രന്മാർ. സെരത്ത്, സോഹർ, യത്നാൻ എന്നിവർ ഹേലായുടെ പുത്രന്മാരായിരുന്നു. കോസ് ആനൂബിനെയും സോബേബയെയും ഹാരൂമിൻ്റെ മകനായ അഹർഹേലിൻ്റെ കുടുംബങ്ങളെയും ജനിപ്പിച്ചു. യാബസ് അവൻ്റെ സഹോദരന്മാരെക്കാൾ ബഹുമാന്യനായിരുന്നു. ഞാൻ അവനെ വേദനയോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവൻ്റെ അമ്മ അവനെ യാബസ് എന്ന് പേര് വിളിച്ചു. യാബസ് ഇസ്രായേലിൻ്റെ ദൈവത്തോട് ഇപ്രകാരം വിളിച്ചപേക്ഷിച്ചു: അങ്ങനെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കിയിരുന്നെങ്കിൽ അങ്ങയുടെ കരം എന്നോടുകൂടെ ആയിരിക്കുകയും തിന്മ എന്നെ വേദനിപ്പിക്കാതെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. അവൻ യാചിച്ചത് ദൈവം നൽകി. ഷൂഹായുടെ സഹോദരനായ കെലൂബ് മെഹീനെ ജനിപ്പിച്ചു. അവൻ എഷ്തോൻ്റെ പിതാവാണ്. എഷ്തോൻ ബേത്രാഫ, പാസയാഹ്, ഈർണഹാഷിൻ്റെ പിതാവ് തെഹീന്ന എന്നിവരെ ജനിപ്പിച്ചു. ഇവർ രേഖാ പൗരന്മാരാണ്. കെനസിൻ്റെ പുത്രന്മാർ ഒത്നിയേലും സെരായായും ആയിരുന്നു. ഒത്നിയേലിൻ്റെ പുത്രന്മാർ ഹത്താത്തും മെയോനോത്തായിയും. മെയോനോത്തായ് ഓഫ്രായെ ജനിപ്പിച്ചു. സെരായ ഗേഹരഷിമിൻ്റെ പിതാവായ യോവാബിനെ ജനിപ്പിച്ചു. കാരണം അവർ കരകൗശല തൊഴിലാളികളായിരുന്നു. യഫുന്നയുടെ മകനായ കാലേബിൻ്റെ പുത്രന്മാർ ഈരു, ഏല, നഅം എന്നിവരായിരുന്നു. കെനസ് ഏലായുടെ പുത്രനുമായിരുന്നു. യഹല്ലേലിൻ്റെ പുത്രന്മാർ സീഫ്, സീഫ, തീറിയ, അസ്രയേൽ എന്നിവരായിരുന്നു. യെസ്രായുടെ പുത്രന്മാർ യത്തർ, മേരദ്, യേഫർ, യാലോൺ എന്നിവരായിരുന്നു. അവൾ മിരിയാം, ഷമ്മായി, എസ്തെവേമായുടെ പിതാവായ ഇഷ്ബ എന്നിവരെ ഗർഭം ധരിച്ചു. മെരദ് വിവാഹം കഴിച്ച ഫറവോയുടെ പുത്രി ബിത്യായുടെ മക്കളായിരുന്നു ഇവർ. ഗദോറിൻ്റെ പിതാവായ ഏരദ്, സോക്കായുടെ പിതാവായ ഹെബർ, സനോഹയുടെ പിതാവായ യക്കൂതിയേൽ എന്നിവരെ യൂദാക്കാരിയായ അവൻ്റെ ഭാര്യ പ്രസവിച്ചു. ഗർമുകാരനായ കെയിലായുടെ പിതാവായ നാഹമിൻ്റെ സഹോദരിയും
മാക്കാത്തുകാരനായ എസ്തെവോമായും ഹോദിയായുടെ ഭാര്യയുടെ പുത്രന്മാരാണ്. ഷിമോന്റെ പുത്രന്മാർ അമ്നോൻ, റിന്ന, ബെൻഹൊനാൻ, തീലോൻ എന്നിവരായിരുന്നു. ഈഷിയുടെ പുത്രന്മാരായിരുന്നു സോഹത്തും ബെൻസോഹത്തും. യൂദായുടെ മകൻ ഷേലായുടെ പുത്രന്മാർ ലെഹായുടെ പിതാവായ ഏർ, മരേഷായുടെ പിതാവായ ലാദ. ബേത്ത് അഷ്ബേയായിലെ ചണപ്പണിക്കാരുടെ കുടുംബങ്ങൾ യോക്കീം, കോസെബ പൗരന്മാർ. മൊവാബും യശൂവിലേഹമും ഭരിച്ച സാറാഫ് എന്നിവരായിരുന്നു. ഇത് പഴയ കാര്യങ്ങളാണ്. ഇവർ നെഥായും ഗദറ എന്നീ ദേശങ്ങളിൽ വസിച്ചിരുന്ന കുശവന്മാരാണ്. അവർ രാജാവിന് വേണ്ടി ജോലി ചെയ്ത് അവിടെ പാർത്തിരുന്നു. ശിമെയോന്റെ സന്തതികൾ. ശിമെയോന്റെ പുത്രന്മാർ നെമുവേൽ, യമീൻ, യറീബ്, സേരഹ്, സാവൂൾ എന്നിവരായിരുന്നു. സാവൂളിന്റെ പുത്രൻ ഷല്ലൂം, അവന്റെ പുത്രൻ മിസ്ബാം, അവന്റെ പുത്രൻ മിഷ്മ. മിഷ്മായുടെ പുത്രന്മാർ പുത്രൻ ഹമ്മുവേൽ, അവന്റെ പുത്രൻ സക്കൂർ, അവന്റെ പുത്രൻ ഷിമെയി. ഷിമെയിക്ക് 16 പുത്രന്മാരും 6 പുത്രികളും ഉണ്ടായിരുന്നു. എന്നാൽ അവന്റെ സഹോദരന്മാർക്ക് അധികം മക്കളുണ്ടായിരുന്നില്ല. യഹൂദ്യരോളം അവരുടെ കുലങ്ങളൊന്നും പെരുകിയിരുന്നില്ല. അവർ ബർഷേബ, മൊലാദ, ഹസാർ ഷുവാൽ എന്നിവിടങ്ങളിൽ വസിച്ചു. കൂടാതെ ബിൽഹ, യേസം, തോലാദ്, ബെത്തുവേൽ, ഹോർമ, സിക്ലാഹ്, ബേത്ത് മർക്കാബോത്ത്, ഹസർ സൂസിം, ബേത്ത് ബിരി, ഷാറായും എന്നിവിടങ്ങളിലും. ദാവീദ് രാജാവാകുന്നതുവരെ ഇവ അവരുടെ പട്ടണങ്ങളായിരുന്നു. യേത്താം, അയിൻ, റിമ്മോൻ, തോഹൻ, ആഷാൻ എന്നീ 5 പട്ടണങ്ങൾ അവരുടെ വാസസ്ഥലങ്ങളായിരുന്നു. കൂടാതെ ബാൽ വരെയുള്ള ഈ പട്ടണങ്ങളുടെ ചുറ്റുമുള്ള അവരുടെ എല്ലാ വാസസ്ഥലങ്ങളും ഇവ അവരുടെ അധിവാസ കേന്ദ്രങ്ങളായിരുന്നു. അവിടങ്ങളിൽ അവരുടെ പേര് ചേർക്കപ്പെട്ടിരുന്നു. മെഷോബാബ്, യംലേഖ്, അമസ്യായുടെ മകൻ യോഷ, ജോയേൽ, അസിയേലിൻ്റെ പുത്രൻ സെരായ, പൗത്രൻ യോഷീബിയ, പ്രപൗത്രൻ യേഹു, ഏലിയോവേനായ്, യാക്കോബ, യശോഹയ, അസായ, അദിയേൽ, യസിമിയേൽ, ബനായ, ഷെമായയുടെ പുത്രൻ ഷിമ്രി, പൗത്രൻ യദായ, പ്രപൗത്രൻ അല്ലോൻ, അവൻ്റെ പുത്രൻ ഷിഫി, അവൻ്റെ മകൻ സീസ എന്നിവർ. നാമാവലിയിലുള്ള ഇവർ തങ്ങളുടെ കുലങ്ങൾക്ക് നേതാക്കന്മാരായിരുന്നു. അവരുടെ പിതൃഭവനങ്ങൾ വളർന്നു പെരുകി. തങ്ങളുടെ കാലിക്കൂട്ടങ്ങൾക്ക് മേച്ചിൽ സ്ഥലം അന്വേഷിച്ച് അവർ ഗദോറിൻ്റെ കവാടത്തിങ്കലേക്ക് കിഴക്കേ താഴ്വര വരെ പോയി. അവിടെ പച്ചപ്പുള്ളതും നല്ലതുമായ ഒരു മേച്ചിൽ സ്ഥലം, ഇരുവശങ്ങളിലേക്കും വിശാലമായതും സ്വസ്ഥവും ശാന്തവുമായ ഒരു ദേശം അവർ കണ്ടെത്തി. എന്നാൽ ഹാമിമിൽ നിന്നുള്ളവർ അവിടെ മുമ്പേ ഉണ്ടായിരുന്നു. യൂദാ രാജാവായ ഹെസക്കിയായുടെ കാലത്ത് നാമാവലിയിൽ ചേർക്കപ്പെട്ട മേൽപ്പറഞ്ഞ കൂട്ടർ വന്ന് അവരുടെ കൂടാരങ്ങളും അവിടെ കണ്ടെത്തിയ മെയ്യൂനക്കാരെയും പ്രഹരിച്ച് ഉന്മൂലനാചാരവിധേയമാക്കി. അവരുടെ സ്ഥാനത്ത് ഇക്കൂട്ടർ ഇന്നുവരെ വാസമുറപ്പിച്ചിരിക്കുന്നു. കാരണം ഇവരുടെ ആട്ടിൻപറ്റത്തിന് അവിടെ മേച്ചിൽ സ്ഥലം ഉണ്ടായിരുന്നു. ഇഷിയുടെ പുത്രന്മാരായ പെലാത്തിയ, നെയാറിയ, റഫായ, ഉസിയേൽ എന്നിവരുടെ നേതൃത്വത്തിൽ അവരിൽ നിന്ന് ശിമിയോന്യരായ 500 പേർ സെയിർ മലയിലേക്ക് പോയി. രക്ഷപ്പെട്ട് അവിടെ ശേഷിച്ചിരുന്ന അമലേക്കരെ സംഹരിച്ച് അവർ അവിടെ ഇന്നുവരെ താമസമാക്കിയിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 25. വഴി കാട്ടണമേ. ദാവീദിൻ്റേത്. കർത്താവേ, അങ്ങേ പക്കലേക്ക് എൻ്റെ ആത്മാവിനെ ഞാൻ ഉയർത്തുന്നു. എൻ്റെ ദൈവമേ, അങ്ങിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ലജ്ജിതനാകാതിരിക്കട്ടെ. എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് ആഹ്ലാദിക്കാതിരിക്കട്ടെ. അങ്ങയെ കാത്തിരിക്കുന്ന ആരും ലജ്ജിതരാവുകയില്ല. അകാരണമായി വഞ്ചിക്കുന്നവർ ലജ്ജിതരാകും. കർത്താവേ, അങ്ങയുടെ വഴികൾ എന്നെ അറിയിക്കണമേ. അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ സത്യത്തിൽ എന്നെ വഴി നടത്തണമേ. എന്നെ പഠിപ്പിക്കണമേ. അങ്ങാണല്ലോ എൻ്റെ രക്ഷയുടെ ദൈവം. ദിവസം മുഴുവൻ ഞാൻ അങ്ങയെ കാത്തിരിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ദയാവായ്പും കാരുണ്യവും അനുസ്മരിക്കണമേ. അവ അനാദി മുതലേ ഉള്ളതാണല്ലോ. എൻ്റെ യൗവനത്തിലെ പാപങ്ങളും അതിക്രമങ്ങളും അങ്ങ് ഓർക്കരുതേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി അങ്ങയുടെ നന്മയെ പ്രതി കർത്താവെ എന്നെ അനുസ്മരിക്കണമേ. കർത്താവ് നല്ലവനും സത്യസന്ധനുമാണ്. അതുകൊണ്ടാണ് അവിടുന്ന് പാപികളെ തൻ്റെ മാർഗത്തിൽ പരിശീലിപ്പിക്കുന്നത്, പീഡിതരെ നീതിയിൽ വഴി നടത്തുന്നത്, പീഡിതരെ തൻ്റെ വഴി പഠിപ്പിക്കുന്നത്. കർത്താവിൻ്റെ ഉടമ്പടിയും സാക്ഷ്യങ്ങളും കാത്തുസൂക്ഷിക്കുന്നവർക്ക് അവിടുത്തെ പാതകളെല്ലാം കൃപയും സത്യവുമാണ്. കർത്താവെ, എൻ്റെ കുറ്റം ഏറെയായതിനാൽ അങ്ങയുടെ നാമത്തെ പ്രതി അത് ക്ഷമിക്കണമേ. കർത്താവിനെ ഭയപ്പെടുന്ന വ്യക്തി ആരായാലും തിരഞ്ഞെടുക്കേണ്ട വഴിയിൽ അവിടുന്ന് അവനെ പരിശീലിപ്പിക്കും. അവൻ ഐശ്വര്യത്തിൽ അന്തിയുറങ്ങും. അവൻ്റെ സന്തതി ഭൂമി അവകാശമാക്കും. കർത്താവിൻ്റെ സൗഹൃദം അവിടുത്തെ ഭയപ്പെടുന്നവർക്കുള്ളതാണ്. അത് അവരെ തൻ്റെ ഉടമ്പടി അറിയിക്കാനാണ്.
എൻ്റെ കണ്ണുകൾ സദാ കർത്താവിങ്കലേക്കാണ്. അവിടുന്ന് തീർച്ചയായും എൻ്റെ കാലുകൾ കെണിയിൽ നിന്ന് വിടുവിക്കും. എൻ്റെ നേർക്ക് തിരിയണമേ, എന്നിൽ കനിയണമേ. എന്തെന്നാൽ ഞാൻ ഏകാകിയും അഗതിയുമാണ്. എൻ്റെ ഹൃദയഞെരുക്കങ്ങൾ അവർ വിപുലമാക്കിയിരിക്കുന്നു. എൻ്റെ വ്യഥകളിൽ നിന്ന് അങ്ങനെ പുറത്തെടുക്കണമേ. എൻ്റെ പീഡകളും ക്ലേശങ്ങളും കാണണമേ. എൻ്റെ പാപങ്ങൾക്കെല്ലാം മാപ്പേകണമേ. എൻ്റെ ശത്രുക്കൾ പെരുകിയിരിക്കുന്നെന്നും അവർ എന്നെ കഠിനമായ ദ്വേഷത്താൽ വെറുക്കുന്നെന്നും അങ്ങ് കാണണമേ. എൻ്റെ ജീവൻ കാത്തുകൊള്ളണമേ, എന്നെ മോചിപ്പിക്കണമേ. അങ്ങിൽ അഭയം തേടുന്നതുകൊണ്ട് ഞാൻ ലജ്ജിക്കാതിരിക്കട്ടെ. നിഷ്കളങ്കതയും പരമാർത്ഥതയും എന്നെ കാത്തുസൂക്ഷിക്കട്ടെ. എന്തെന്നാൽ ഞാൻ അങ്ങയെ കാത്തിരിക്കുന്നു. ദൈവമേ, ഇസ്രായേലിനെ അവൻ്റെ സകല കഷ്ടതകളിൽ നിന്ന് വിമോചിപ്പിക്കണമേ. നല്ല കർത്താവേ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ദൈവഹിതത്തെ അനുസരിക്കാൻ ഒരാൾ തയ്യാറാകുമ്പോൾ അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നന്മകളും, എന്നാൽ ദൈവഹിതത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ അയാൾ നേരിടേണ്ടി വരുന്ന ദുഃഖങ്ങളുമാണല്ലോ കർത്താവെ ഓരോ ദിവസത്തെയും വചന വായനയിൽ ഞങ്ങൾ കണ്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കർത്താവെ, അങ്ങയുടെ ഹിതത്തെ പൂർണ്ണമായും പിൻചെല്ലാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ വചന വായന കൃപയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ അങ്ങയുടെ കാരുണ്യം ഞങ്ങളോട് കൂടെ ആയിരിക്കണമേ. ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും മകളെയും സ്പർശിക്കണമേ. ഇവരുടെ രോഗങ്ങൾ സുഖപ്പെടുത്തണമേ. ഇവരുടെ ഹൃദയത്തിൻ്റെ ആകുലതകളും ഭയവും നിരാശയും അസ്വസ്ഥതകളും ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, സാമാന്യം ദീർഘമായ ഒരു വായനയായിരുന്നു ഇത്. എങ്കിലും വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ ഇന്ന് കൊണ്ടുവരേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദാവീദിൻ്റെ ഒന്നിലധികം ഭാര്യമാരെ കുറിച്ചുള്ള വിവരങ്ങൾ നമ്മൾ കാണുമ്പോൾ സ്വാഭാവികമായും പുതിയ നിയമത്തിൽ നിന്നുകൊണ്ട് നമ്മളിത് വായിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ചോദ്യങ്ങൾ ഉയർന്നു എന്ന് വരാം. ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില അടിസ്ഥാന ബോധ്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. ഒന്നാമത്തേത്, ബഹുഭാര്യാത്വം, പോളിഗമി ദൈവത്തിൻ്റെ ആദിമ പദ്ധതിയുടെ ഭാഗമല്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്, പുരുഷൻ മാതാവിനെയും പിതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവരിരുവരും ഏക ശരീരമായി തീരും. അതുപോലെ തന്നെ ഈശോ ഈ പഴയ നിയമഭാഗത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപിരിക്കരുത് എന്നും പറയുന്നു. ബൈബിളിലെ ഇത്തരം സൂചനകളുടെ പശ്ചാത്തലത്തിൽ ഏകഭാര്യാത്വം, ഏകഭർത്തൃത്വം, ഇതാണ് ദൈവം അഭിലഷിച്ച ആദിമ പദ്ധതി. എന്നാൽ ജനം മുന്നോട്ട് പോയ യാത്രയിൽ അബ്രഹാം, യാക്കോബ്, ഇപ്പോൾ ദാവീദ്, പിന്നീട് സോളമൻ തുടങ്ങിയ അനേകർ ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിച്ചതായി നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ നേരത്തെ വായിച്ചുകൊണ്ടിരിക്കുന്ന ബൈബിളിൻ്റെ ഒരു സ്വഭാവം ചൂണ്ടിക്കാണിച്ചിരുന്നു. ഹീബ്രു സാഹിത്യത്തിൽ എഴുതപ്പെട്ട ഒരു ഗ്രന്ഥം മനുഷ്യൻ്റെ നന്മ തിന്മകളെക്കുറിച്ച് അത് ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്ന് പ്രകടമായ ചില അഭിപ്രായ പ്രകടനങ്ങൾ പലപ്പോഴും നടത്താറില്ല. ഉദാഹരണത്തിന്, ദാവീദ് ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിച്ചത് ശരിയോ തെറ്റോ എന്ന വിധത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ബൈബിൾ നടത്താറില്ല, പൊതുവെ നടത്താറില്ല. എന്നാൽ ബൈബിൾ വായിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഹീബ്രു ബൈബിൾ ശരിതെറ്റുകൾ പറഞ്ഞു തരികയല്ല, കാണിച്ചു തരികയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. ഉദാഹരണത്തിന്, യാക്കോബ് അപ്പനെ വഞ്ചിച്ചത് ശരിയായിരുന്നോ തെറ്റായിരുന്നോ ഒരു മോറൽ സ്റ്റേറ്റ്മെൻറ്റ് ബൈബിൾ നൽകുന്നില്ലെങ്കിലും യാക്കോബിൻ്റെ ജീവിതത്തിൽ പിന്നീട് സംഭവിച്ച ദുരനുഭവങ്ങൾ വിവരിച്ചുകൊണ്ട് ബൈബിൾ പഠിപ്പിച്ചു തരുന്നു, യാക്കോബ് ചെയ്തത് തെറ്റായിരുന്നു. ഇതാണ് ഹീബ്രു സാഹിത്യത്തിൽ എഴുതപ്പെട്ട ഈ ബൈബിളിൻ്റെ ഒരു പൊതുവായ സ്വഭാവ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിച്ചതിനെപ്പറ്റി ശരിതെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നില്ലെങ്കിലും ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായ ദുരന്തങ്ങൾ പരിചയപ്പെടുത്തുക വഴി ബഹുഭാര്യത്വത്തിൻ്റെ ദൈവഹിത പ്രകാരമല്ലാത്ത അവസ്ഥയെ ബൈബിൾ കാണിച്ചു തരുന്നുണ്ട്. ഉദാഹരണത്തിന്, നമുക്കിപ്പോൾ ദാവീദിനെ എടുക്കാം. ദാവീദിന് പല സാഹചര്യങ്ങളിൽ ഭാര്യമാരെ സ്വീകരിക്കേണ്ടി വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ രാജാവ് എന്ന നിലയിൽ അയൽ രാജ്യങ്ങളുമായി ഉണ്ടാക്കുന്ന ബന്ധത്തിൻ്റെയും സമ്പർക്കങ്ങളുടെയും ഭാഗമായിരുന്നു വിവാഹം അവരുമായി ഏർപ്പെടുക, അവരുടെ കുടുംബത്തിൽ നിന്ന് വിവാഹബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത്. ഇത് ദാവീദിലും സോളമനിലും കാണാൻ കഴിയും. ഇങ്ങനെ കൂടുതൽ ഭാര്യമാരുണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ കാണുന്നത് ദാവീദിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സഹനം മക്കളുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഒരുപക്ഷെ ദാവീദ് ജീവിതത്തിൽ കടന്നു പോകുന്ന, ഇനി വരാൻ പോകുന്ന എല്ലാ ദുരനുഭവങ്ങളും ഈ മക്കളുമായി ബന്ധപ്പെട്ട സഹനങ്ങളായിരുന്നു. പല ഭാര്യമാരെ സ്വീകരിച്ചതുകൊണ്ട്, പല ഭാര്യമാർക്ക് ഭർത്താവായി മാറിയതുകൊണ്ട് സമാധാനമില്ലാത്ത, സ്വസ്ഥതയില്ലാത്ത
എപ്പോഴും കാലുഷ്യം നിറഞ്ഞ ഒരു ജീവിതമാണ് ദാവീദിന് നയിക്കേണ്ടി വന്നത്. ഇവിടെ മീഖാലിനെ ഭാര്യയാക്കുന്ന കാര്യത്തിലും അവളുടെ ഭർത്താവ് കരഞ്ഞുകൊണ്ട് പിന്നാലെ വരുമ്പോഴും ദാവീദ് ഒരു ഔചിത്യം കാണിക്കുന്നില്ല. അല്ലെങ്കിൽ ദാവീദ് മീഖാലിനെ വീണ്ടും പരിഗ്രഹിക്കാൻ കാണിക്കുന്ന താല്പര്യമൊക്കെ ദാവീദിന് പിന്നീടുണ്ടാക്കാൻ പോകുന്ന ദുരിതങ്ങൾ നമ്മൾ വചനത്തിൽ വായിക്കും. ഈ ഭാഗത്ത് കാണുന്ന മറ്റൊരു സൂചന അബ്നേറിൻ്റെ മരണമാണ്. ചതിയിൽപ്പെടുത്തിയാണ് അബ്നേറിനെ യോവാബ് കൊല്ലുന്നത്. ഈ രക്തക്കറ യോവാബിൻ്റെ കുടുംബത്തിൽ ഇന്നും മായാതെ കിടക്കുമെന്നും പിന്നീട് വാളെടുക്കുന്നവൻ വാളാലെ എന്ന സത്യം ഓർമ്മിപ്പിക്കുമാറ് യോവാബിനും കുടുംബത്തിനും അത് തകർച്ചയായി മാറുമെന്നും നമ്മൾ കാണുകയും ചെയ്യും. എന്നാൽ അബ്നേറിൻ്റെ മരണവാർത്ത അറിഞ്ഞ ദാവീദ് പ്രകടിപ്പിക്കുന്ന ദുഃഖവും പശ്ചാത്താപവും പരിത്യാഗവും ഉപവാസവും ദുഃഖാചരണവും ജനത്തിൻ്റെ ഹൃദയത്തെ കീഴടക്കുകയും ഇസ്രായേൽ മുഴുവൻ്റെയും യൂദാഭവനങ്ങളുടെയും രാജാവായി മാറുന്നതിലേക്കുള്ള ദാവീദിൻ്റെ വഴി തുറക്കപ്പെടുന്നതിന് ദാവീദിൻ്റെ ഔചിത്യപൂർണവും വിവേകപൂർവകവുമായ ഈ പ്രവൃത്തി കാരണമായി തീരുകയും ചെയ്യുന്നു. ദിനവൃത്താന്ത പുസ്തകം യൂദാ രാജാക്കന്മാരുടെ ചരിത്രമാണ് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ആ പരമ്പരകളെയാണ് ഈ വംശാവലിയിൽ 9 വരെയുള്ള അധ്യായങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത്. വിരസമായൊരു വായനയായി നിങ്ങൾക്ക് തോന്നാം. എങ്കിലും ദൈവവചനത്തിൽ അത് എഴുതപ്പെട്ടിരിക്കുന്നത് കൊണ്ട് സ്വർഗത്തിൽ പേരെഴുതപ്പെട്ട മനുഷ്യരുടെ വാക്കുകളാണ് വായിക്കുന്നത് എന്ന മനോഭാവത്തോടെ നമുക്ക് ആ പേരുകളിലൂടെ കടന്നു പോകാൻ ശ്രദ്ധിക്കുക. വംശാവലിയിലെ ഓരോ വാചകവും വെറുതെ വിടരുത് എന്ന ദൈവത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ വംശാവലി പട്ടികയ്ക്ക് ഇടയിൽ ദൈവം കൊണ്ടുവച്ചിരിക്കുന്ന നിധി നിക്ഷേപങ്ങൾ. അങ്ങനെ ഈ സാമാന്യം വിരസമായ പേരുകൾ വായിക്കുന്നതിനിടയിൽ നമുക്ക് കിട്ടുന്ന മനോഹരമായ ഒരു മുത്താണ് യാബസ് എന്ന ചെറുപ്പക്കാരനെയും അവൻ്റെ പ്രാർത്ഥനയും കുറിച്ചുള്ള ആ മനോഹരമായ സൂചന. യാബസിൻ്റെ പ്രാർത്ഥന അനേക കോടി മക്കളുടെ ജീവിതത്തെ മാറ്റിമറിച്ചൊരു പ്രാർത്ഥനയാണ്. കർത്താവെ, എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ എന്ന യാബസിൻ്റെ പ്രാർത്ഥന. നിങ്ങൾ ഈ പ്രാർത്ഥന കാണാതെ പഠിക്കുക. നിങ്ങളുടെ കുട്ടികളെ ഈ പ്രാർത്ഥന പഠിപ്പിക്കുക. നിങ്ങളുടെ വീടിൻ്റെ ചുവരുകളിൽ ഈ പ്രാർത്ഥന എഴുതി വെക്കുക. നിങ്ങൾ പോകുന്നിടത്തെല്ലാം ഈ പ്രാർത്ഥന നിങ്ങളുടെ ഹൃദയത്തിൽ കൂടെ കൊണ്ടുപോവുക. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക. ജീവിതത്തിൻ്റെ വളരെ വ്യത്യസ്തമായ ഒരു ഭാവം ഈ പ്രാർത്ഥന ചൊല്ലിത്തുടങ്ങുന്നത് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ആരംഭിക്കുമെന്ന് ഞാൻ നിങ്ങളോട് സാക്ഷ്യപ്പെടുത്തുന്നു. നല്ല ഒരു ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ഈ വചന വായനാ പദ്ധതിയെ നിങ്ങൾ നിങ്ങളുടെ സ്നേഹിതരോട്, സുഹൃത്തുക്കളോട് പരിചയപ്പെടുത്താൻ മറക്കരുത്. കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്യാനും. നാളെ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് ഈ വചന വായനയുമായി എത്താൻ ഞാൻ കൊതിയോടെ കാത്തിരിക്കുന്നു. പരസ്പരം പ്രാർത്ഥനയിൽ ഓർത്ത് നമുക്ക് വചനത്തിലൂടെ മുന്നോട്ട് നീങ്ങാം. ശുഭദിനം.